സാലിഹത്തായ ഇണയുടെ ലക്ഷണം എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ നദറത ഇലൈഹാ സറതക, നീ അവളിലേക്ക് നോക്കുമ്പോൾ തന്നെ നിനക്ക് സന്തോഷം പകരുന്നവളാണ് സാലിഹത്തായ ഭാര്യയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ തന്നെ നിന്റെ മനസ്സിന് സന്തോഷമാണ്, നിന്റെ മനസ്സിന് റാഹത്താണ്, ആനന്ദമാണ്. അത് സാലിഹത്തായ പെണ്ണിന്റെ അടയാളമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. മുഖത്ത് നോക്കുമ്പോ തന്നെ നിന്റെ മനസ്സിനൊരു സന്തോഷം, അത് മുഖത്ത് തന്നെ പ്രകടമാകുന്നുണ്ട്. എങ്കിൽ നിന്റെ ഭാര്യ ആരാണ്? സാലിഹ. നാല് കാര്യങ്ങൾ വിജയത്തിൽപ്പെട്ടതാ. അൽ മർഅതു സാലിഹ, ഒന്ന് സാലിഹത്തായ ഇണയെ ആർക്ക് ലഭിച്ചോ അവൻ വിജയിച്ചവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മസ്കനുൽ വാസിഉ, ഓരോരുത്തർക്കും അനുയോജ്യമായ നിലക്ക് വിശാലമായ മനോഹരമായ വീട് ഓരോരുത്തർക്കുമുണ്ടോ അവൻ രണ്ടാമത്തെ വിജയം കൊയ്തവനാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വൽ ജാറു സാലിഹു, സാലിഹായ നല്ല അയൽവക്കം നിനക്ക് ലഭിച്ചു, നീ രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തേത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മർകബുൽ ഹനീഉ, നല്ല വാഹനം അതുകൂടി ഒരുമിച്ച് കൂട്ടിയവന് രക്ഷപ്പെട്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഈ അടുത്തൊരു വീഡിയോ കണ്ടു, മാഷാ അല്ലാഹ്, ഒരു കുടുംബം ഒന്നായിട്ട് സഞ്ചരിക്കുകയാണ്. അപ്പൊ ഒരു ആയത്ത് ഇങ്ങനെ ഓതുന്നു, അമ്മയതസാഅലൂൻ. അപ്പൊ അടുത്ത മകൻ ഓതുകയാണ്, അനിന്നബഇൽ അളീം. അടുത്തായ തോന്നുന്നു അടുത്തയാള്, അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ. അടുത്ത വരി ഓതുന്നു, കല്ലാ സയഅലമൂൻ സുമ്മ കല്ലാ സയഅലമൂൻ. ഒരു കുടുംബം ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യാ. യുദ്ഫഉൽ മുസ്തമിഅൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ കേൾക്കണേ, കേൾക്കുന്നവർക്ക് എല്ലാ ബലാ മുസീബത്തുകളെ തൊട്ട് ദുനിയാവിൽ അല്ലാഹു കാവൽ നൽകുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിലർ ഖുർആൻ ഓതുമ്പോൾ ഇരുന്ന് ഉറക്കം നോക്കും, ചിലർ നിസ്കരിക്കുന്ന സമയത്ത് ഭയങ്കര അലസതയാണ്. അതൊക്കെ മാറിക്കിട്ടാൻ എന്ത് വേണം? യാ ഖവിയു യാ മതീനു, അല്ലാഹുവിന്റെ നാമമാണ്. എത്ര വട്ടം ചെല്ലണം? 130. യാ ഖവിയു യാ മതീൻ എന്ന ദിക്ർ മുടങ്ങാതെ 130 പ്രാവശ്യം ഡെയിലി പാരായണം ചെയ്താൽ ആരാധനകൾ നിർവഹിക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ല. എന്നിട്ട് ക്ഷീണം മാറിയില്ലെങ്കിൽ 626 ഉറപ്പായിട്ടും മാറും. അതിന്റെ എണ്ണം കൂട്ടണം. എത്ര കൂട്ടണം? 626. അല്ലാഹുവിന്റെ നാമമാണ്, അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് യാ ഖവിയു യാ മതീനു. ഇതൊക്കെ പണ്ഡിതന്മാർ